ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നാം പാടി ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കേണ്ടുന്നതായ കാര്യത്തെക്കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇന്ന് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകളില് സ്തുതിയും സ്തോത്രവും ഉയരുന്നതിനേക്കാൾ താളമേളങ്ങൾ പലപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പാട്ടിന്റെ അക്ഷരമല്ല, ആത്മാവ് എന്താണെന്നറിഞ്ഞ് നാം പാടേണ്ടതും സ്തുതിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ആത്മാവും ഹൃദയവും കഴിവും അതിൽ അന്തർലീനമായിരിക്കേണ്ടത് ആവശ്യമാണ്. വാദ്യോപകരണ സഹിത സംഗീതത്തെ കുറിച്ച് ക്രിസ്റ്റോം ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ പറയുന്നത്, യഹൂദന്മാർക്ക് അത് അനുവദിച്ചിരുന്നു, എന്നാൽ നാം വാദ്യത്തിനു പകരം അവന് സ്തുതി പാടുവാൻ നമ്മുടെ ശരീരങ്ങൾ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ജസ്റ്റിൻ മാർട്ടിൻ ഏതാണ്ട് AD 100-167 ആ കാലഘട്ടത്തിൽ പറയുന്നത്, യഹൂദ സഭയിൽ അവരുടെ ശൈശവാവസ്ഥയിൽ അത് അവർക്ക് അനുവദിച്ചു എങ്കിലും ക്രിസ്തീയ സഭയിൽ വാദ്യോപകരണ സഹിത സംഗീതം അംഗീകരിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹവും ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സഭ യഹൂദിയമാണെന്ന് തോന്നിപ്പിക്കാൻ ഉപകരണ സംഗീതം സ്വീകരിച്ചിരുന്നില്ല എന്ന് തോമസ് അക്വിനാസ് ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ചിരുന്ന UCBSന്റെ കാലത്ത് ക്രിസ്തു സഭയിൽ വാദ്യോപകരണ സഹിതം നിലവിലില്ലായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേപോലെ ആഡം ക്ലാർക്ക് പഴയ നിയമകാലത്ത് ഉപകരണ സംഗീതം അനുവദിച്ചിരുന്നത് ആരാധന ഉത്തേജിപ്പിക്കാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാഹ്യമായ ഉപകരണങ്ങളിലല്ല ദൈവാരാധന ആദയപ്പെട്ടിരുന്നത് എന്നും നാം ഓർക്കണം എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു വന്ന് സഭ വളർച്ചയിലെത്തി ഇനി പഴയ നിയമത്തിലെ ആ നിഴലുകളെ നാം പിന്തുടരുക എന്ന് വെച്ചാൽ അത് സുവിശേഷത്തെ കുഴിച്ചു മൂടുക എന്നാണ് അർത്ഥം എന്നാണ് അദ്ദേഹത്തിന് പറയുവാനായിട്ട് ഉള്ളത്. ജോൺ കാൽവിൻ സുവിശേഷത്തോടുകൂടെ പഴയ നിയമ നിഴലുകൾക്ക് നീക്കം വന്നു എന്ന് അദ്ദേഹവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടുന്നതായ ആവശ്യകതയെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നത്. അവിടെയൊക്കെ വലിയ വിടുതലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവചനം 26-19 അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എല്ലാ ഞെരുങ്ങിയ അവസ്ഥയിലും അഥവാ പൊടിയിലായിരിക്കുന്ന ആ അവസ്ഥയിൽ പോലും ദൈവത്തെ ഘോഷിച്ച് ഉല്ലസിക്കേണ്ടുന്നതായ ആവശ്യകതയെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ യെശയ്യാ പ്രവചനം 42-10-11 വാക്യങ്ങളില് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വലിയ യുദ്ധങ്ങളില് അവർ പലായനം ചെയ്ത സമയത്തുമൊക്കെ അവർ ദൈവത്തെ പാടി ആരാധിച്ചുകൊണ്ട് വിടുതൽ പ്രാപിച്ച അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 65-14 അവരുടെ വിടുതലുകളിലും സമൃദ്ധിയിലുമൊക്കെ ദൈവത്തെ വളരെ ശക്തിയോടെ ആരാധിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ നാം പുതിയ നിയമ ആരാധനയെ കുറിച്ച് നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 5-10 സ്വർഗത്തിൽ കുഞ്ഞാടിനെ പ്രകീർത്തിച്ച് പുതിയ പാട്ട് പാടുമ്പോഴും, അതേപോലെ സിയോൻ മലയില് വെളിപ്പാട് പുസ്തകം 14-3 ഏതാണ്ട് 144,000 പേർ പുതിയ പാട്ട് പാടുമ്പോഴും അവിടെയൊന്നും വാദ്യോപകരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും 1990 കാലഘട്ടത്തിൽ പോലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിൽ അന്ന് വലിയ ഉപകരണങ്ങളൊന്നുമില്ലായിരുന്നു. അവർ ശുഭ്രവസ്ത്രധാരികളായി നമ്മുടെ അപ്പച്ചന്മാരായ
പിതാക്കന്മാരായ ദൈവദാസന്മാരൊക്കെ നിന്ന് കൈയടിച്ച് പാടി ആരാധിച്ചതായ അനുഭവങ്ങള് ഈ 1990 കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ വലിയ ആത്മീയ തേജസ് ഇറങ്ങിയതും വിടുതലുകൾ നടന്നതുമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും ആരാധന വാദ്യോപകരണങ്ങൾ കീഴടക്കിക്കൊണ്ടുപോകുന്നുണ്ടോ, രക്ഷിക്കപ്പെടാത്തവർ വന്ന് അവരുടെ കുറെ സാമർഥ്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പലപ്പോഴും അവിടെയെല്ലാം നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതേ സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് ദൈവം നമുക്ക് നൽകിയ ആ പ്രമാണങ്ങളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞ് മടങ്ങിച്ചെന്ന് സത്യത്തിലും ആത്മാവിലും ജീവിത വിശുദ്ധിയിലും നമുക്ക് ഈ തലമുറയിൽ ദൈവത്തെ ആരാധിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിഷേകത്തിൻ